വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ അടുത്ത വായിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നോവൽസിനെയും നമ്മൾ ഫുഡുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ KT യങ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആർട്ടിക്കിളിൻ്റെ: നോവൽ ഈറ്റിംഗ്, ന്യൂ റെസിപ്പീസ് ഫ്രം യുവർ ഫേവറേറ്റ് ഫിക്ഷൻ. സോ നമുക്ക് നോക്കാം ആർട്ടിക്കിളിൽ. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ലിറ്ററേച്ചറും ഫുഡും തമ്മിലുള്ളൊരു കണക്ഷനെ കുറിച്ചാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റൈറ്റർ. അപ്പോൾ ഫേമസ് നോവൽസിലെ റെസിപ്പീസ് എടുത്തിട്ട് അവർ എന്ത് ചെയ്യുവാണ്, കുറച്ച് റെസിപ്പീസ് സെലക്ട് ചെയ്തു. അപ്പോൾ ലിറ്ററേച്ചറും ഫുഡും അതുമായിട്ട്, അതായത് ലിറ്ററേച്ചറും ഫുഡുമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഈ KT യങ് എന്നുള്ള റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവരുടെ ദ ലിറ്റിൽ ലൈബ്രറി കുക്ക് ബുക്ക്, അതിനകത്തു നിന്നാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്, ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ റീഡിങ്ങും കുക്കിങ്ങും കൂടെ എങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം വിത്ത് ദി ഹെൽപ്പ് ഓഫ് മെമ്മറി, ഇമാജിനേഷൻ ആൻഡ് സെൻസറി പ്ലഷർ. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഐഡിയയെക്കുറിച്ച് പറയുവാണ്. ഫേമസ് ബുക്സ്, അതായത് ഫേമസ് ബുക്സിൽ നിന്നുള്ള ഫേമസ് റെസിപ്പീസ്. അപ്പോൾ റീഡേഴ്സിൻ്റെ അടുത്ത് ഇമാജിൻ ചെയ്യാൻ പറയുവാണ്. ഇമാജിൻ ഈറ്റിംഗ് ദ മീൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ യുവർ ബിലവഡ് സ്റ്റോറീസ്. നമുക്ക് ഇഷ്ടമുള്ള നോവൽസിനകത്ത് ക്യാരക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഇപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന ഡ്രാമാസിനകത്തു നിന്നുള്ള, കൊറിയൻ ഡ്രാമാസിനകത്തു നിന്നുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെങ്കിൽ ആനിമയ്ക്കകത്തുനിന്ന് കാണുന്ന ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന, റിയൽ ലൈഫിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്, അങ്ങനത്തുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൂ നമ്മൾ വായിച്ച പുസ്തകങ്ങളിനകത്തു നിന്നുള്ള, അതിനകത്തുനിന്ന് ഇൻസ്പയർഡ് ആയ കുറച്ച് റെസിപ്പീസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. അതിൽ ഫസ്റ്റ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, അല്ലെങ്കിൽ ദ ഫേമസ് 5. ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്നുള്ളതിൻ്റെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മൂവിക്കകത്തുനിന്ന്, അല്ലെങ്കിൽ ദ ഫേമസ് 5 എന്നുള്ള ബുക്കിനകത്തു നിന്നുള്ള കുറച്ച് റെസിപ്പീസ്. അപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിക്കായിട്ടാണ് അവരിത് എഴുതിയിരിക്കുന്നത്. ഇത് അവരുടെ കുക്ക് ബുക്കിലെ കുറച്ച് റെസിപ്പീസാണ്. വേർ നോവൽസ് മീറ്റ് വിത്ത് ഫുഡ്. നോവൽസും ഫുഡും അല്ലെങ്കിൽ ലിറ്ററേച്ചറും ഫുഡും തമ്മിലൊരു കണക്ഷനാണ് അവരിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓതർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റീഡിങ്ങും ഫുഡും അവരുടെ ഇമാജിനേഷനിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അവർ ഈ ബുക്കിനകത്ത് ഫുഡിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് എപ്പോഴൊക്കെയാണോ ഫേസ് ചെയ്യുന്നത്, അല്ല വായിക്കുന്നത്, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യുന്നത്, അവർക്കത് ഉടനെ തന്നെ റിക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ളൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ടെംപ്ടേഷൻ വരും ടേസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുന്നു, അതിനകത്ത് ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കേറ്റിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു എപ്പിസോഡ് അവർ നോവലിനകത്ത് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫേസ് വായിക്കുവാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർക്ക് അതിനെ എന്ത് ചെയ്യണം, ടേസ്റ്റ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ അവർക്ക് ഉടനെ അത് റിക്രിയേറ്റ് ചെയ്യണം റിയൽ ലൈഫിൽ. അപ്പോൾ ഈ പാരഗ്രാഫ് ആ ഒരു ഇമോഷണൽ ആൻഡ് സെൻസറി പവർ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ് വായിക്കുന്നത്. അതായത് ഇവരുടെ ലൈഫിൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഡിസ്ക്രിപ്ഷൻസ്, സ്ട്രോബെറീസോ അല്ലെങ്കിൽ റോസ്റ്റ് ചിക്കനോ, അവരുടെ മൈൻഡിൽ യഥാർത്ഥത്തിൽ ഹങ്കർ കൊണ്ടുവരുന്നു. ഓക്കെ, അത് അവരെ റിയൽ ലൈഫ് കുക്കിങ്ങിലോട്ട് എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നു ചില ബുക്കുകൾ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി അപ്പം ഓതറിൻ്റെ ബുക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലുള്ള, അപ്പോൾ പിന്നെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ ഇവരെ ബുക്ക് വായിച്ച കഥയും ഫുഡുമായിട്ടുള്ള കണക്ഷനുമാണ്. അതായത് വെളിയിൽ നിന്ന് പിന്നെന്താ പറയുക, ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴും അവർ നോവൽസ് വളരെ സീക്രട്ടായിട്ട് ട്രീസിൻ്റെ കീഴിലിരുന്ന് വായിക്കുമായിരുന്നു എന്ന്. അതായത് ജെയിൻ ഓസ്റ്റൻ്റെ വർക്ക്സ്, ഹാർപ്പർ ലീയുടെ വർക്ക്, എനിഡ് ബ്ലൈറ്റൻ്റെ വർക്കുകളൊക്കെ ഇവർ വായിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്ന അവർക്കൊരു കൈൻഡ് ഓഫ് എസ്കേപ്പ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സെക്കൻഡ് റിയാലിറ്റിയാണ് നമ്മുടെ റൈറ്ററിന്. അതായത് പിള്ളേരെ പോയി കളിച്ചിട്ട് വന്ന് പറഞ്ഞാലും KT യങ് എന്ത് ചെയ്യും, ഒളിച്ചു പോയിരുന്നു ബുക്ക് വായിക്കുന്നതായിരുന്നു അവർക്ക് വളരെ സീക്രട്ടായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ ഈ അലബാമ എന്നുള്ള സ്ഥലത്തെ ഫുഡിൻ്റെ കാര്യം, ദെവോൺ എന്നുള്ള സ്ഥലത്തെ ഫുഡിൻ്റെ കാര്യം, അതൊക്കെ സ്ഥലങ്ങളാണ് കേട്ടോ നമ്മുടെ നോവൽസിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിനകത്തുള്ള ഫുഡിൻ്റെ കാര്യവും സെറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൾച്ചറിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അതായത് ആ സ്ഥലത്തെ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് ആലോചിക്കാനും അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സിനെ കുറിച്ച് അറിയാനും പഠിക്കാനും വായിക്കാനും ഒക്കെ. ആൻഡ് അപ്പോൾ ഇവിടെ ഓതർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ആൻ അഡൽട്ട് ലിവിങ് ഫാർ ഫ്രം ഹോം, ഇപ്പോൾ വീട്ടിലല്ലല്ലോ, അപ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ അവർ വായിച്ച ബുക്സാണ് ഇവർക്കിപ്പം കംഫർട്ടും നൊസ്റ്റാൾജിയും കൊടുക്കുന്നത് ലൈഫിൽ. അപ്പോൾ അവർ റിമെമ്പർ ചെയ്യുവാണ്, വെൻ ഷീ റീഡ് ഈച്ച് വൺ ഓഫ് ദി ബുക്സ് ആൻഡ് റിയലൈസസ് ദാറ്റ് മെനി ഓഫ് ഹർ സ്ട്രോങ്ങസ്റ്റ് മെമ്മറീസ് എന്ന് പറയുന്നത് ഈ ബുക്ക് വായിച്ചതിലുള്ള ഫുഡ് എപ്പിസോഡ്സ് ഉണ്ടല്ലോ, ഫുഡ് ചാപ്റ്റേഴ്സ്, അതുമായിട്ടാണ് സ്ട്രോങ്ലി കണക്റ്റഡ്. അതായത്
ഇവർക്ക് ചൈൽഡ്ഹുഡിനെ കുറിച്ചോ ഹോമിനെ കുറിച്ചോ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് വരുമ്പോൾ ഇവർ കൂടുതലായിട്ടും ഇവർ ആലോചിക്കുന്ന അല്ലെങ്കിൽ ഇവർ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ നോവൽസ് അല്ലെങ്കിൽ വാട്ട് എവർ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ ഷീ റെഡ് ഇൻ ഹർ ചൈൽഡ്ഹുഡ്, അതിനകത്തുള്ള സ്പെസിഫിക് എപ്പിസോഡ്സ് റിലേറ്റഡ് ടു ഫുഡ്, അതാണ് ഇവരുടെ മൈൻഡിലോട്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കണക്ഷനാണ് ഇവർക്ക് കുക്കിംഗ്, അതായത് ബുക്കിലുള്ള ഡിഷസ് കുക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ഇവർക്ക് തന്നത്. അതായത് ആ ഒരു ലിറ്റററി മെമ്മറിയെ അവർ ഫിസിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ മാറ്റുവാണ്. ആൻഡ് നൗ ദി ഓതർ നോട്ടീസസ് ദാറ്റ് മെനി പീപ്പിൾ ഷെയർസ് ദീസ് സെയിം ഫിക്ഷണൽ ഫുഡ് ഫാൻറ്റസി. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ബുക്ക് വായിച്ചിട്ട് അതിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അത് പിന്നെ റിയൽ ലൈഫിൽ കൊണ്ടുണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുറേ ഫിക്ഷണൽ ഫുഡീസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഫിക്ഷണൽ ഫുഡ് ഫാൻറ്റസി ഉള്ള ആളുകൾ, അതായത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള റീഡേഴ്സ് ചൈൽഡ്ഹുഡ് ബുക്സിൽ നിന്ന് അവർ വായിച്ചിട്ടുള്ള ചൈൽഡ്ഹുഡ് ബുക്സിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് ട്രൈ ഔട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് ഇവർ ഇങ്ങനെ അങ്ങനെ ഒരുപാട് പേരെ മീറ്റ് ചെയ്തു ഇവർ. അതായത് ഫേമസ് 5 എന്നുള്ള ബുക്കിനകത്തുള്ള സാർഡീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, SARDINE സാർഡീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ മാറ്റിൽഡ എന്നുള്ള വർക്കിനകത്തുള്ള ബ്രൂസിൻ്റെ ചോക്ലേറ്റ് കേക്ക്, ഡോക്ടർ സ്യൂസിൻ്റെ ഗ്രീൻ എഗ്സ് അല്ലെങ്കിൽ ഹാം, ചേന കൊണ്ടുള്ള വിഭവങ്ങൾ, ഇങ്ങനെ പല ബുക്കിൽ നിന്നുള്ള പല കാര്യങ്ങളും ഇവർക്ക് ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് വെച്ചിട്ട്, അതായത് കുഞ്ഞിലെ ചിലപ്പോൾ ഒരു ഫാസിനേഷൻ തോന്നുമെങ്കിൽ വലുതാകുമ്പോൾ പോകുന്ന നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ല ഇത് സ്റ്റിൽ ഇപ്പോൾ വായിക്കുമ്പോഴും അവർക്കൊരു ഹങ്കർ ഫീൽ ചെയ്യും. അപ്പോൾ ഓതർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബുക്കിലുള്ള റെസിപ്പീസ് എന്ന് പറയുന്നത് ആർ ഫ്രം നോവൽസ് ആണ് ദാറ്റ് ഷീ ഹാസ് റെഡ് ആൻഡ് ലവ്ഡ് പേഴ്സണലി. സോ അത് അവരുടെ സ്റ്റോറിയാണ്, അവരുടെ സ്റ്റോറിയുടെ അല്ലെങ്കിൽ ലൈഫിലൊരു ഭാഗമായി മാറുവാണ്. ഇനി റെസിപ്പി സെക്ഷൻസ് ആണ് അടുത്ത ഈ പേജിലുള്ളത്. ലിറ്റററി മീൽസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻട്രഡക്ഷന് ശേഷം ഈ ആർട്ടിക്കിൾ ട്രാൻസിഷൻ ചെയ്യുന്നത് ഈ റെസിപ്പീസിനെ ഇവർ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തരുവാണ്, എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. ഫിക്ഷനെ അവർ ലൈഫിലോട്ട് കൊണ്ടുവരുവാണ് ത്രൂ കുക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഹറൂക്കി മുറാക്കമി എന്നുള്ള ജാപ്പനീസ് റൈറ്ററിൻ്റെ നോർവീജിയൻ വൂഡ് എന്നുള്ള നോവലിനകത്തുനിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവരിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ജാപ്പനീസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. റൈസും മൈസോ സൂപ്പും പിക്കിൾസും ഫ്രൈഡ് എഗ്സും കൂടെ ഒക്കെയുള്ള ഹറൂക്കി മുറാക്കമിയുടെ നോവലിലെ ഒരു പിന്നെ എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റമാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മീലിനെ അവർ ബ്രൈറ്റ് ആയിട്ടും സോൾട്ടി ആയിട്ടും വളരെ എനർജൈസിങ് ആയിട്ടുള്ളൊരു വർക്കായിട്ട് ഒരു ഫുഡ് ഐറ്റം ആയിട്ട് പറയുന്നുണ്ട്. അത് ഈ ഹറൂക്കി മുറാക്കമിയുടെ പ്രോസ് പോലെ അയാളുടെ ആ റൈറ്റിംഗ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ വളരെ കാമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഫുഡ് ഐറ്റം. റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജപ്പാനിലെ കിച്ചൺസിലൊക്കെ ഇങ്ങനെയുള്ള ലിറ്റററി ജപ്പാൻ, അതായത് ജപ്പാൻ നോവൽസ് ജാപ്പനീസ് ബുക്സിലൊക്കെ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് വളരെ സൂതനിങ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എന്താ പറയുക വർക്ക്സ് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതിനെ അവർ ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ ഒരു നോവലിലൂടെ നമ്മൾ ആ ജാപ്പനീസ് കൾച്ചറിനെ കുറിച്ചും അവരുടെ ആ ഒരു ലിറ്റററി മൂഡിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ. കാം ആൻഡ് മിനിമൽ ആൻഡ് വളരെ റിഫ്ലക്റ്റീവ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാണ്. ഇനി ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞു. ഇനി ലഞ്ചിന് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് ജെഫ്രി യൂജിനൈഡ്സിന്റെ മിഡിൽ സെക്സ് എന്നുള്ള വർക്കിനകത്തുനിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ്. അതിനെ വിളിക്കുന്ന പേര് സ്പാനക്കോപിറ്റ എന്നാണ്. ഗ്രീക്കിൽ സ്പിനച്ച് പൈ, നമ്മുടെ ചീര കൊണ്ടുള്ള പൈ, സ്പാനക്കോപിറ്റ. അത് മിഡിൽ സെക്സ് എന്നുള്ള നോവലിൽ നിന്ന് ജെഫ്രി യൂജിനൈഡ്സിന്റെ ഒരു നോവലാണത്. അതിനകത്ത് പറഞ്ഞു പോയേക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അതിനകത്ത് ക്യാരക്ടറിന്റെ പേര് ഡെസ്ഡിമോണ എന്നാണ്. ഡെസ്ഡിമോണ എന്നുള്ള ക്യാരക്ടറാണ് ഈ സ്പിനിഷ് പൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓതർ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സിനെ. അതായത് മോഡേൺ പേസ്ട്രിയുടെ രൂപത്തിൽ പിന്നെന്താണ് ഡെസ്ഡിമോണയുടെ 1920s അവരുടെ ആ സമയത്ത് ആ ക്യാരക്ടർ ആ നോവലിനകത്ത് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഇമിഗ്രൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, വേറൊരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് അവർ പോയി താമസിക്കുവാണ്. അപ്പോൾ ആ ഒരു ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ് എല്ലാം അവർ പറയുവാണ്. അപ്പോൾ ഇതിനകത്ത് ഹെറിറ്റേജിനെ കുറിച്ച്, മൈഗ്രേഷനെ കുറിച്ച്, ഫാമിലി, നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് താമസം മാറുമ്പോൾ നമുക്ക് ഫാമിലി, ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയ, ഹോം സിക്നെസ് എല്ലാം വരുമല്ലോ. അത് ഈ ക്യാരക്ടർ ഫീൽ ചെയ്യുവാണ്. അപ്പോൾ ഈ ഫുഡിനെ ഇപ്പം ഈ ക്യാരക്ടറിൻ്റെ ഇമോഷൻസുമായിട്ട് ഇവർ കണക്ട് ചെയ്യുവാണ്. എന്താണ് അവരുടെ ആ ഹെറിറ്റേജ്, മൈഗ്രേഷൻ, ഫാമിലി, മെമ്മറി, ഇതൊക്കെയാണ് മിഡിൽ സെക്സ് എന്നുള്ള നോവലിനകത്ത് തീമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കുക്ക് ചെയ്യുന്നതിനകത്തുനിന്നും നമുക്ക് ഇതേ കാര്യങ്ങളാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ, അതായത് ഫ്ലേവേഴ്സ് ആയിട്ട് വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ജനറേഷൻസിനെ എങ്ങനെയാണ് കുക്കിംഗ് കണക്ട് ചെയ്യുന്നതെന്നും ഐഡൻറ്റിറ്റി എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ലഞ്ചിനകത്ത് നമുക്ക് കിട്ടുന്നത്, അതായത് മിഡിൽ സെക്സ് എന്നുള്ള നോവലിനകത്ത് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡിന്നർ എന്ന് പറയുന്ന ഗ്രഹാം ഗ്രീനിൻ്റെ ദ എൻഡ് ഓഫ് ദി അഫെയർ എന്നുള്ള ബുക്കിനകത്തുനിന്നുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ഇച്ചിരി റൊമാൻറ്റിക് ആൻഡ് സെൻസറി റെസിപ്പിയാണ്. സ്റ്റേക്കും ഒണിയൻസും വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗ്രഹാം ഗ്രീനിൻ്റെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമോഷണലി ചാർജ്ഡ് നോവലാണ്.
വളരെ സെക്സിയസ്റ്റ് ഡിഷായിട്ടാണ് നമ്മുടെ കേറ്റ് യങ് അല്ലെങ്കിൽ നമ്മുടെ ഓതർ ഇതിനെ വിളിക്കുന്നത്. അതായത് നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് ആരോടത്തെങ്കിലും പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ക്ലോസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാം, ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഫുഡ് ഇവിടെ പാഷനെ അല്ലെങ്കിൽ ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്, ലവ് ഡിസയറിനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിഡ് നൈറ്റ് ഫീസ്റ്റിന് വരുന്ന ബുക്ക്. അത് മിഡ് നൈറ്റിൽ കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കല്ല, ഒരു ഫുഡ് റെസിപ്പി എന്ന് പറയുന്നത് C.S. ലൂയിസിൻ്റെ ദ ലയൺ ദ വിച്ച് ആൻഡ് ദി വാർഡ്രോബ് എന്നുള്ള നോവലിനകത്തു നിന്നുള്ള ഒരു റെസിപ്പിയാണ്. ചൈൽഡ്ഹുഡ് ഫാൻറ്റസിയിലോട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമ്മുടെ എന്താ പറയുക, നാർണിയ ആ ഒരു ഫിലിം ഉണ്ടല്ലോ, അത് ഈ ദ ലയൺ ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ് ബൈ C.S. ലൂയിസിൻ്റെ ആ ഒരു വർക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ഫിലിമായിട്ട് അഡാപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ചൈൽഡ്ഹുഡ് ഫാൻറ്റസിയെ കാണിക്കുന്നു അല്ലേ. ആ നാർണിയ എന്നുള്ള ആ ഒരു സ്ഥലത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. പകുതി ഗോട്ടിൻ്റെ തലയും മനുഷ്യൻ്റെ തലയും ഗോട്ടിൻ്റെ രൂപമുള്ള ആനിമൽസ് ഉണ്ട്, ബീവേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു സ്നോയുടെ അല്ലെങ്കിൽ വിൻ്റർ സീസണാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ബേക്കിങ്ങിൻ്റെ ആ ഒരു സ്മെല്ല്, ഡെസേർട്ടിൻ്റെ സ്മെല്ല്, കസ്റ്റേർഡിൻ്റെ സ്മെല്ല്, അതെല്ലാം നൊസ്റ്റാൾജിയ, ഇന്നസെൻസ് ആൻഡ് ഹോമിൻ്റെ കംഫർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറാണിത്. ഈ ലയൺ വിച്ച് ആൻഡ് ദ വാർഡ്രോബ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫുഡ് സീനുകളൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ജോയ്, ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഓവറോൾ എക്സ്പ്ലനേഷൻ എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫിക്ഷനകത്തുള്ള നോവൽസിനകത്തുള്ള ഫുഡ് എപ്പിസോഡ്സ് അത് റിയൽ ഇമോഷൻസുമായിട്ട് റിയൽ റെസിപ്പീസുമായിട്ട് ഇവർ കണക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു പോയേക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ലിറ്ററേച്ചറും ഫുഡ് എന്ന് പറയുന്ന വളരെ കണക്ഷനുണ്ട്. മെമ്മറി, ഇമാജിനേഷൻ, കംഫർട്ട്, ചൈൽഡ്ഹുഡിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു അല്ലേ, അതൊക്കെ. അപ്പോൾ ഫുഡ് ഇൻ നോവൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഷേപ്സ് ഹൗ റീഡേഴ്സ് ഇമാജിൻ ക്യാരക്ടേഴ്സ് വേൾഡ്. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു ഫുഡ് ഉണ്ടാക്കുവാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ആ ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള എന്താ പറയുക, തോട്ട്സ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു നോവൽ വായിക്കുമ്പോൾ. ഫുഡിനെ കുറിച്ചുള്ള റീഡിങ് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള ടേസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രേവിങ്സ് നമുക്ക് വരും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഫിക്ഷണൽ നോവൽസിൽ നിന്നുള്ള ഡിഷസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ബുക്ക് നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡെന്ന് പറയുന്ന ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിനെയും അഡൾട്ട്ഹുഡിനെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്നൊരു കാര്യമാണെന്നാണ് ഇവരിവിടെ പറയുന്നത്. ഇതിനകത്ത് നൊസ്റ്റാൾജിയ, ഇമാജിനേഷൻ, ഒരു കൾച്ചറൽ കണക്ഷൻ വരുന്നുണ്ട്, ഇമോഷൻസ് വരുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് ലിറ്റററി നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ പറഞ്ഞു തരുന്നത്. ഇനിയുണ്ട്, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഫൈനൽ സെക്ഷൻ ഓഫ് ദി ആർട്ടിക്കിൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാർമലൈഡ് റോളാണ്. അതും ഇതുപോലെ ദ ലയൺ ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബിനകത്ത് C.S. ലൂയിസിൻ്റെ ഒരു റെസിപ്പിയാണ്. അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്ഷനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർമലാഡ് റോൾ ആൻഡ് കസ്റ്റർഡ് ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുന്നു. ഫ്ലവേഴ്സ്, ബട്ടർ, അങ്ങനെയൊക്കെയുള്ള വിസ്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു ബ്രിട്ടീഷ് വിൻ്റർ പുഡിംഗ് ആണ്, വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ പിന്നെ ആ നാർണിയ എന്നുള്ള ആ ഒരു വർക്കിനകത്ത് കുട്ടികളുണ്ട്, 3-4 കുട്ടികളുണ്ട്. അവരെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്നോയി നൈറ്റിൽ അവർ കഴിക്കുന്ന ഫുഡാണ് നമ്മളിപ്പോൾ പറഞ്ഞ മാർമലാഡ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കസ്റ്റേർഡ് പൗഡറൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു വാംത്തിന് വേണ്ടി കാണിക്കുന്നു, ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിനെ കാണിക്കുന്നു. അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ബീവർ എന്നുള്ള ആനിമലാണ് ഈ കുട്ടികൾക്ക്, മിസ്സസ് ബീവർ. ഈ പാരഗ്രാഫിനകത്ത് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെ നമുക്കൊരു മാവ് കുഴയ്ക്കാം, ഈ ഒരു ഫുഡ് ഐറ്റത്തിന് വേണ്ടിയുള്ള ഡൗ എങ്ങനെ കുഴയ്ക്കാം എന്നുള്ളതാണ്. ഫ്ലവർ, ഷുഗർ, ബേക്കിംഗ് പൗഡർ എല്ലാം വെച്ച് ചെയ്യുന്നു. ഓതർ സെൻസറി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവരെ കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു പോയേക്കുന്നത്. ആ ഒരു കോസിനെസ്, ഡൊമസ്റ്റിക് വാംത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. പിന്നെന്താണ്, ബീവേഴ്സ് എങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നതെന്നുള്ള കാര്യവും സേഫ്റ്റിയും കൈൻഡ്നെസ്സും ആ ഒരു കോൾഡ് മാജിക്കൽ വേൾഡിന് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. നാർണിയ എന്നുള്ള ആ ഒരു വേൾഡിലോട്ട് ആ കുട്ടികൾ വന്നപ്പോൾ ബീവർ ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബീവർ ഫാമിലിയിലോട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത് ആ ബീവർ എന്നുള്ള ജീവിയാണ് അവർക്ക് ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ അത് ആ ഒരു കുട്ടികളുടെ ഓർഡിനറി വേൾഡിനെ ട്രാൻസ്ഫോം ചെയ്ത് മറ്റൊരു വേൾഡിലോട്ട് അവർ എൻട്രി ചെയ്യുവാണ്, നാർണിയ എന്നുള്ള സ്ഥലത്തോട്ട്. അപ്പോൾ അത് അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ക്രിയേഷനെ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷനെയാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് അവർ പറയുന്നത് ഈ മാർമലേഡ് എന്നുള്ള ഈ ഒരു ഫുഡിനെ കുറിച്ച് തന്നെയാണ്. ഓറഞ്ച് കളറിലാണത്, ഗോൾഡൻ ആണ്, സ്റ്റിക്കി ആണ്. ആൻഡ്
വളരെ സ്റ്റിഫായിട്ട് ഈ ഒരു മാവ് മാറുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു കെയർ ആൻഡ് പേഷ്യൻസിനെയാണ് കാണിക്കുന്നത് ഇത് ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തുള്ള. അപ്പോൾ ആ ഒരു കംഫർട്ടിനെയും നൊസ്റ്റാൾജിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു നൊസ്റ്റാൾജിയും ഇതുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ആൻഡ് ഈ നാർണിയ എന്നുള്ള ഈ ഒരു നോവലിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് വൈറ്റ് വിച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. കുട്ടികളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നാർണിയ എന്നുള്ള പ്ലേസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു സ്ത്രീയാണ് വൈറ്റ് വിച്ച്. അപ്പോൾ വൈറ്റ് വിച്ച് ഒരു ടർക്കിഷ് ഡിലൈറ്റ് വൺ ഓഫ് ദി ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ വൺ ഓഫ് ദി ചിൽഡ്രന് കൊടുക്കുന്നുണ്ട്, ടർക്കിഷ് ഡിലൈറ്റ്. അതും നമുക്ക് ബീവർ ഫാമിലിയിൽ മിസ്സസ് ബീവർ ഉണ്ടാക്കി കൊടുക്കുന്ന ആനിമൽ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് തമ്മിൽ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ടർക്കിഷ് ഡിലൈറ്റ്, വൈറ്റ് വിച്ച് വളരെ കോൾഡ് ആയിട്ടുള്ളതാണ് ടർക്കിഷ് ഡിലൈറ്റ്. പക്ഷേ മിസ്സസ് ബീവർ ഉണ്ടാക്കുന്ന ഫുഡ് കുട്ടികൾക്കെന്ന് വെച്ചാൽ വളരെ വാം ആൻഡ് ഓണസ്റ്റ് ഫുഡാണ്. അപ്പോൾ ആ വീട്ടിലെ ഫുഡിനെ റിമെമ്പർ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് അതെന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സ്, അതായത് മാർമലേഡ് റോൾ എന്നാണല്ലോ നമ്മളതിനെ പറയുന്നത്. അതിനെ ഷേപ്പ് ചെയ്ത് ബേക്ക് ചെയ്ത് ആ റോളിനെ സ്റ്റീം ചെയ്ത് പിന്നെ റാപ്പ് ചെയ്യുന്നു, ടൈ ചെയ്യുന്നു, കെട്ടുന്നു, അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇംഗ്ലീഷ് പുഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലാണ് അത് നമ്മുടെ കേറ്റ് യങ്ങിനെ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ ബേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഈ വെളിയിൽ സ്നോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബേക്ക് ചെയ്യുന്നത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നാർണിയ എന്നുള്ള സ്ഥലത്ത് വിൻ്റർ സീസണാണല്ലോ, ഞാൻ പറഞ്ഞില്ല, വളരെ കടുത്ത സ്നോ ഫോളുള്ള സ്ഥലമാണ്. അപ്പോൾ സ്നോ ആണ് ഫുള്ള് അവിടെ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മിസ്സസ് ബീവർ വാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളും ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ കേറ്റ് യങ്ങും ഇതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി അവരുടെ വീട്ടിൽ വിൻ്റർ സീസണിൽ ഉണ്ടാക്കുമ്പോൾ അതേ ഒരു കൈൻഡ് ഓഫ് ആംബിയൻസ് ആണ് അവർക്ക് അവിടെ കിട്ടുന്നത്. ആ ഒരു ഡൊമസ്റ്റിക് നമ്മുടെ വീട്ടിലെ വാംത്ത് ആൻഡ് അതാണ് ഇവിടെ കാണിക്കുന്നത്. വെളിയിൽ കോൾഡ് ആണെന്നുണ്ടെങ്കിലും പക്ഷെ അകത്ത് ഒരു കംഫേർട്ടാണ് നമുക്ക് കിട്ടുന്നത് ത്രൂ ഫുഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കസ്റ്റേർഡ് പ്രിപ്പറേഷനാണ്. മിൽക്ക് ഹീറ്റ് ചെയ്യുന്നു, ക്രീം ആൻഡ് വാനിലയൊക്കെ അതിനകത്ത് പോർ ചെയ്യുന്നു. വാനിലയുടെ ആ ഒരു സ്മെൽ അല്ലെങ്കിൽ അരോമ കിച്ചണിലെല്ലാം ഫില്ലാവുന്നു. ആ ഒരു സെൻസറി പ്ലഷർ നമുക്ക് കിട്ടുന്നു, അല്ലേ? കസ്റ്റേർഡ് എന്ന് വെച്ചൊരു ഇംഗ്ലീഷ് ട്രഡീഷനാണ്. അതായത് ഹോം കുക്കിംഗ് അല്ലെങ്കിൽ ഹോം കെയർ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ പുഡിങ്സിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നൊരു കാര്യമാണ് കസ്റ്റേർഡ് എന്ന് പറയുന്നത്. ലിറ്റററി സെൻസിൽ കസ്റ്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ആൻഡ് സേഫ്റ്റിയാണ്, വീട്ടിലെ സേഫ്റ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് മറ്റേ ബീവർ ഫാമിലി കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു നാർണിയ എന്നുള്ളത് വളരെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പ്ലേസാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ വില്ലൻ എന്ന് പറയുന്നത് വൈറ്റ് വിച്ചാണ്. അവരുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിന് തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടൊരു വാംത്താണ് മിസ്സസ് ബീവറും ഫാമിലി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എഗ് മിക്സ്ചറും ഹോട്ട് മിൽക്കും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സ്മൂത്ത് കസ്റ്റർഡ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. കെയർഫുള്ളായിട്ട് പോർ ചെയ്യുമ്പോൾ ആ ഒരു ജെൻറ്റിൽനെസ്സും പേഷ്യൻസ് ക്ഷമയുമാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് മിസ്സസ് ബീവറിൻ്റെ ആ ഒരു ക്യാരക്ടർ നോവലിനകത്ത് കാണിക്കുന്നത്. ഈ കുട്ടികളെ നറിഷ് ചെയ്ത് അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ കെയർ ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു മിസ്സസ് ബീവറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. കുട്ടികളെ ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ കൈൻഡായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ആ ഒരു അഫെക്ഷനും അറ്റൻഷനുമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റേർഡ് ഇവിടെ തിക്കൻഡാവുന്നു, വാമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ ഒരു ടൈം, അറ്റൻഷൻ, ടെൻഡർനെസ് ഒക്കെ പറയുന്നുണ്ട്. നർച്ചറിങ് ആൻഡ് ലവിനെ കുറിച്ച് ലിങ്ക് ചെയ്തിട്ടാണ് പറയുന്നത്. ഫുഡ് പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ആക്ട് ഓഫ് മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ വേണം, നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, ഒരു പ്രൊട്ടക്റ്റീവ് കൈൻഡ് ഓഫ് ബിഹേവിയറും കൂടിയാണ്. അപ്പോൾ ഫൈനലി മാർമലേഡ് റോൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഗ്ലേസിങ് ആയിട്ട് വാം മാർമലേഡും വിസ്കിയും കൂടെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ റോൾ ചെയ്ത് വളരെ ഷൈനി ആൻഡ് ഭയങ്കര ഫ്രേഗ്രൻസുമാണ് ആ ഒരു ഫുഡ് ഐറ്റത്തിന്. അത് കസ്റ്റേർഡുമായിട്ട് ഹോട്ടായിട്ടാണ് അതിനെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ വാംത്തും ജനറോസിറ്റിയും ആ ഒരു ടുഗെദർനെസ്സുമാണ് ഈ ഒരു ഫുഡ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇമേജ് എന്ന് വെച്ചാൽ ഇതിനെ റോൾ ചെയ്തൊരു ഗോൾഡൻ റോള് പോലാണ് ഇതിരിക്കുന്നത്. കസ്റ്റേർഡ് ഇങ്ങനെ സ്റ്റീം ചെയ്തതും അതിൻ്റെ അടുത്തുണ്ട് സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു നാർണിയ എന്നുള്ള സ്ഥലത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ചും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ സിംബൽ ഓഫ് ഗുഡ്നെസ്, ലവ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഫുഡും നോവൽസും അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചറിനകത്തെ ഫിക്ഷണൽ വേൾഡിനകത്തുള്ള ഫുഡ് ഇഫ് ഇറ്റ് കംസ് ടു അതായത് വെൻ ഇറ്റ് കംസ് അലൈവ് ഇൻ ദി റിയൽ വേൾഡ്. അതപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് കേറ്റ് യങ്ങിനകത്ത് പറയുന്നത്. അപ്പോൾ ഫിക്ഷനും റിയൽ ലൈഫും കൂടി കമ്പൈൻ ചെയ്യുന്നു. പിന്നെന്താണ്, ഈ ലാസ്റ്റ് പോർഷനകത്ത് നമ്മൾ നാർണിയയുടെ കാര്യമാണ് ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർമലേഡ് റോൾ എന്ന് പറയുന്നത് ഫുഡ് മാത്രമല്ല, അതൊരു സിമ്പിൾ ഓഫ് വാംത്തും ബിലോങ്ങിങ്ങുമാണ്. ഒരു മാജിക്കൽ വേൾഡിലെ എക്സ്ട്രാ ഓർഡിനറിനെസ്സിൽ ഒരു ഓർഡിനറി കൈൻഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഫുഡ് എന്ന് പറയുന്നത്. ആർക്ക്? മറ്റേ ആ ക്യാരക്ടറിനകത്തുള്ള കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ കുക്ക് ബുക്കിലൂടെ ലിറ്ററേച്ചറിലൂടെയും അല്ലെങ്കിൽ ലിറ്ററേച്ചറിനകത്തെ ആ ഒരു ഇമാജിനേഷനും ഫുഡ് ഐറ്റവും കൂടി എങ്ങനെ നറിഷ്ഡ് ആവുന്നു, കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അവർ പറയുന്നത്.